ഇറാൻ യുദ്ധം സൃഷ്ടിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി എണ്ണ വ്യാപാരത്തിലെ അനിശ്ചിതാവസ്ഥയാണ്. ആദ്യഘട്ട യുദ്ധത്തിന്റെ പരിണിതഫലമായി ഹോർമൂസിലൂടെയുള്ള കപ്പൽ സഞ്ചാരം തടസ്സപ്പെട്ടു. താൽക്കാലിക സമാധാന കരാറിൽ ഇറാനും അമേരിക്കയും ഒപ്പിട്ടതോടെ ഹോർമൂസ് വീണ്ടും തുറന്നുവെങ്കിലും ഇറാൻ നിർദ്ദേശിച്ച സമുദ്രപാത ഒഴിവാക്കിയ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. അതിന്റെ പേരിൽ യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. ഇതിനിടയിൽ സൗദി അറേബ്യയും ഇറാന്റെ സഖ്യകക്ഷികളായ യമനിലെ ഹൂതി പോരാളികളും തമ്മിൽ പ്രശ്നം ഉടലെടുത്തു. ഹോർമൂസ് അടഞ്ഞുകിടന്നപ്പോഴും സൗദി എണ്ണ വ്യാപാരം നടത്തിവന്ന ബാബൽ മന്ദേബിൽ ഹൂത്തികൾ പ്രശ്നമുണ്ടാക്കി. ഇപ്പോൾ സൗദി അറേബ്യയുടെ കപ്പലുകളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു ഹൂത്തികൾ. സൗദി അറേബ്യയുടെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളിലും ഷിപ്പിംഗിലും ഹൂത്തികൾ ആവർത്തിച്ച് ആക്രമണം നടത്തി. സൗദിയുടെ ക്രൂഡ് കയറ്റുമതി ശൃംഖലയിലെ ദൗർബല്യമാണ് ഹൂതികൾ തുറന്നുകാട്ടിയത്. സമീപ ദിവസങ്ങളിൽ ജസാനിലെയും യാൻബുവിലെയും സൗദി അരാംകോ സൗകര്യങ്ങൾ ആക്രമിച്ചതായി ഹൂതികൾ അവകാശപ്പെട്ടിരുന്നു. ബാബൽ മന്ദേബ് വഴി ചെങ്കടലിലൂടെ സൂയിസ് കനാൽ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നതോടെ എണ്ണ വ്യാപാരം ബുദ്ധിമുട്ടായി മാറുകയാണ് സൗദിക്ക്. ഇത് കാരണം യൂറോപ്പിലേക്ക് അസംസ്കൃത എണ്ണ കൊണ്ടുപോകുന്നതിനുള്ള ചെലവ് വർദ്ധിക്കുന്നു. റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് സൗദി അരാംകോ തങ്ങളുടെ പ്രതിദിനം 4 ലക്ഷം ബാരൽ ശേഷിയുള്ള ജസാൻ റിഫൈനറി അടച്ചുപൂട്ടി. ആക്രമണത്തിൽ റിഫൈനറിയുടെ ഇൻ്റഗ്രേറ്റഡ് ഗ്യാസിഫിക്കേഷൻ കമ്പൈൻഡ് സൈക്കിൾ അഥവാ IGCC കോംപ്ലക്സിനും ടാങ്ക് ഫാമിനും കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. അറ്റകുറ്റപ്പണികൾ അടുത്ത മാസം പകുതി വരെ നീളും. ഇതെല്ലാം സൗദിയുടെ നഷ്ടക്കണക്കിന്റെ ആധിക്യം കൂട്ടുന്നതാണ്. ഹോർമൂസ് കടലിടുക്ക് ഒഴിവാക്കിക്കൊണ്ട് കിഴക്കൻ പ്രവിശ്യയിൽ നിന്ന് ചെങ്കടൽ തീരത്തുള്ള യാൻബുവിലേക്ക് അസംസ്കൃത എണ്ണ എത്തിക്കാൻ നിർമ്മിച്ച സൗദി അറേബ്യയുടെ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈനിന് പോലും ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാനാവില്ല. യാൻബുവിലെത്തിയാലും ഹോർമൂസിനെ പോലെ തന്നെ ഗതാഗതം ദുഷ്കരമായി മാറിയിട്ടുള്ള ബാബൽ മന്ദേബ് കടലിടുക്കിലൂടെ എണ്ണ കൊണ്ടുപോകേണ്ടതുണ്ട് എന്നതാണ് കാര്യം. ആ പാത ഹൂതികളുടെ നിരന്തരമായ ഭീഷണിക്ക് വിധേയമാകുന്നതുകൊണ്ട് സൗദിക്ക് മറ്റു വഴികൾ തേടേണ്ടി വരുന്നു. ഇതിനൊരു ബദൽ മാർഗം നിലവിലുണ്ട്. അത് കൺമുന്നിൽ തന്നെയുണ്ട്, പക്ഷേ മറഞ്ഞിരിക്കുന്നു എന്നും പറയേണ്ടി വരും. ഒരു പോംവഴി. പക്ഷേ ഇത് കേട്ടാൽ നമ്മൾ ഞെട്ടും. ഇറാൻ ഇസ്രയേൽ പൈപ്പ് ലൈൻ. അത് സാധ്യമോ? അത് സൗദി ഉപയോഗപ്പെടുത്തുമോ? മുമ്പുണ്ടായിരുന്ന പൈപ്പ് ലൈനാണ് അത്. ചെങ്കടലിൽ തുടങ്ങി മെഡിറ്ററേനിയൻ കടൽ വരെ ഇസ്രയേലിനെ കുറുകെ കടന്നു പോകുന്നതാണ് ഈ 254 കിലോമീറ്റർ നീളമുള്ള ഒരു പൈപ്പ് ലൈൻ. രഹസ്യമായി ഏകദേശം 6 പതിറ്റാണ്ട് മുൻപ് ഇറാനിയൻ പണവും ഇസ്രയേലി സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് രഹസ്യമായി നിർമ്മിച്ചതാണ് പൈപ്പ് ലൈൻ. ഇസ്ലാമിക വിപ്ലവം ഇരു രാജ്യങ്ങളെയും കടുത്ത ശത്രുക്കളാക്കി മാറ്റുന്നതിന് മുമ്പായിരുന്നു അത്. ഇസ്രയേലിലെ ഇലാറ്റിൽ എത്തുന്ന ഇറാനിയൻ അസംസ്കൃത എണ്ണ അഷ്കലോണിലേക്ക് എത്തിച്ച് യൂറോപ്പിലേക്ക് അയക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ പൈപ്പ് ലൈൻ. സൂയസ് കനാൽ ഒഴിവാക്കി കടന്നുപോകുന്നതും എന്നാൽ മധ്യപൂർവേഷ്യയിലെ ഏറ്റവും അറിയപ്പെടാത്ത തന്ത്രപ്രധാനമായ ഊർജ പദ്ധതികളിലൊന്നായി മാറിയതുമായിരുന്നു ഇത്. ഹോർമൂസ് കടലിടുക്കും ബാബൽ മന്ദേബും സംഘർഷങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ വിപണികളിലേക്ക് എണ്ണ എത്തിക്കാൻ സൗദിക്ക് ഈ പൈപ്പ് ലൈൻ ഉപയോഗിക്കാമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ചിന്തിക്കാൻ പോലുമാകാത്ത ഒരു നിർദ്ദേശമായിരുന്നു ഇത്. മേഖലയിലെ കപ്പൽ ഗതാഗതത്തിനുണ്ടാകുന്ന ദീർഘകാല തടസ്സങ്ങളാണ് മാറി ചിന്തിക്കാൻ സൗദിയെയും ഇസ്രയേലിനെയും പ്രേരിപ്പിക്കുന്നത്. രാജ്യങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ഇത്തരമൊരു സ്വാധീനം ചെലുത്താൻ എണ്ണ വിപണിക്ക് കഴിയാറുണ്ട്. കാരണം എണ്ണ വ്യാപാരമാണ് പല രാജ്യങ്ങളെയും നിലനിർത്തുന്നത്. ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ ഭരണകാലത്ത് ഇസ്രയേലും അന്നത്തെ ഇറാനും തമ്മിലുള്ള രഹസ്യ സഹകരണത്തിന്റെ ഭാഗമായി 1960കളുടെ അവസാനത്തിൽ നിർമ്മിച്ചതാണ് ഈ പൈപ്പ് ലൈൻ. CIA രേഖകൾ പ്രകാരം പ്രസിഡന്റിന്റെ ദൈനംദിന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ മാത്രം തന്ത്രപ്രധാനമായ ഒന്നായിരുന്നു ഈ പദ്ധതി. ഇറാനിയൻ ക്രൂഡ് ഓയിൽ സൂപ്പർ ടാങ്കറുകളിൽ എത്തിച്ച് ഇലാറ്റിൽ ഇറക്കും. അവിടെ നിന്ന് 42 ഇഞ്ച് വ്യാസമുള്ള പൈപ്പ് ലൈൻ വഴി ഇസ്രയേലിലൂടെ കടത്തിവിട്ട് അഷ്കലോണിൽ എത്തിക്കും. അവിടെ നിന്ന് ചെറിയ കപ്പലുകളിലേക്ക് മാറ്റി യൂറോപ്പിലേക്ക് അയക്കുകയും ചെയ്യും. സൂയസ് കനാൽ വഴിയോ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിയോ ഉള്ള ഗതാഗത മാർഗങ്ങളെ അപേക്ഷിച്ച് ഈ പാത ചെലവ് കുറഞ്ഞതായിരിക്കുമെന്ന നിഗമനത്തിലും അവരെത്തി.
യൂറോപ്പ് ഏഷ്യ പൈപ്പ് ലൈൻ കമ്പനി ഇസ്രയേലിൽ ഉടനീളം പൈപ്പ് ലൈനുകൾ, സംഭരണ ഡിപ്പോകൾ, സമുദ്ര ടെർമിനലുകൾ എന്നിവ പ്രവർത്തിപ്പിച്ചു. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം തകർന്നതിനെ തുടർന്ന് ഈ സംരംഭത്തിന്റെ നിയന്ത്രണം ഇസ്രയേൽ ഏറ്റെടുത്തു. 1968 അവതരിപ്പിച്ച നിരവധി രഹസ്യ വ്യവസ്ഥകൾക്ക് കീഴിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നത്. വാണിജ്യ പ്രവർത്തനങ്ങളുടെ പല വശങ്ങളും പൊതുജനങ്ങൾ അറിയുന്നില്ല. പ്രതിദിനം 6 ദശലക്ഷം മുതൽ 7.5 ദശലക്ഷം വരെ ബാരൽ ഈ പൈപ്പ് ലൈനിലൂടെ മാറ്റാൻ കഴിയും. സൗദി അറേബ്യയുടെ ആകെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇത്. എങ്കിലും മേഖലയിലെ അസ്ഥിരമായ സാഹചര്യങ്ങൾക്കിടയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ പൈപ്പ് ലൈനിലൂടെ പ്രതിദിനം ഏകദേശം 1.6 ദശലക്ഷം ബാരൽ എണ്ണ കടത്തിവിടാൻ സാധിക്കും. സൗദിയുടെ ക്രൂഡ് ഓയിൽ കയറ്റുമതി പ്രതിദിനം ഏകദേശം 6 മുതൽ 7.5 ദശലക്ഷം ബാരൽ വരെയാണ്. സൗദിയുടെ മൊത്തം കയറ്റുമതിയുടെ 5 മുതൽ 15% വരെ മാത്രമേ ഇതിലൂടെ കൈകാര്യം ചെയ്യാനാകൂ. അതായത് ഇതൊരു താൽക്കാലിക സംവിധാനം മാത്രമായിരിക്കും. അതല്ലാതെ ഹോർമൂസ് പാതയ്ക്കോ സൂയസ് മെഡിറ്ററേനിയൻ പൈപ്പ് ലൈനിനോ പകരമാവില്ല എന്ന് സാരം. യുദ്ധാന്തരീക്ഷത്തിൽ പക്ഷേ ഈ പൈപ്പ് ലൈൻ ഒരു അനുഗ്രഹമാകും സൗദിക്ക്. ഗൾഫ് മേഖലയെയും യൂറോപ്പിനെയും ഇസ്രായേൽ വഴി ബന്ധിപ്പിക്കുന്ന ഒരു പൈപ്പ് ലൈൻ നിലവിൽ വന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ ഗതാഗതത്തെ ഗൾഫ് രാജ്യങ്ങൾക്കുള്ള ആശ്രയത്വം ഗണ്യമായി കുറയ്ക്കാനാകുമെന്ന് ഇസ്രായേൽ ഊർജ്ജ മന്ത്രി എലി കോഹൻ പറഞ്ഞതാണ് പഴയ ആ പൈപ്പ് ലൈനിനെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. എണ്ണ കയറ്റുമതിയുടെ കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഇറാനെയോ ഹൂത്തികളെയോ ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഒരു കരമാർഗ പാത സൃഷ്ടിക്കുകയാണെങ്കിൽ ഇറാനെയും ഹൂത്തികളെയും മറികടക്കാം. ഏറ്റവും നല്ല പാത ഇസ്രയേൽ രാജ്യത്തിലൂടെയാണ് എന്നും ഇസ്രയേലി ഊർജ്ജമന്ത്രി പറഞ്ഞിരുന്നു. തത്വത്തിൽ സൗദിക്ക് വലിയ ആശ്വാസമാണ് പൈപ്പ് ലൈൻ പദ്ധതിയെങ്കിലും പല പ്രതിസന്ധികളുമുണ്ട് ഇത് നടപ്പാക്കുന്നതിൽ. ഹൂത്തികളുടെ ആക്രമണങ്ങളെ തുടർന്ന് ഇലാറ്റ് തുറമുഖം 90% പ്രവർത്തനരഹിതമായി. സൗദിയിലേതുപോലെയുള്ള വലിയ അളവിലുള്ള ചരക്ക് കൈകാര്യം ചെയ്യുന്നതിന് പല സൗകര്യങ്ങളും ചെയ്യണം. വലിയ തോതിലുള്ള ഡ്രഡ്ജിംഗ്, ടാങ്ക് ഫാമുകളുടെ വിപുലീകരണം, ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയ്ക്കായി കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വേണം. ഹൂത്തികളുടെ ആക്രമണത്തിൽ നിന്ന് പൈപ്പ് ലൈനെ സംരക്ഷിക്കുക എന്നത് തന്നെ വലിയ വെല്ലുവിളിയാണ്. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതും ചെലവ് വർദ്ധിപ്പിക്കും. ഇസ്രായേലിൻ്റെ അയൺ ഡോം പോലുള്ള സംവിധാനങ്ങൾ പൈപ്പ് ലൈൻ കടന്നുപോകുന്ന വഴികളിലും വേണ്ടിവരും. എന്നാൽ നിലവിലെ ഏറ്റവും വലിയ വെല്ലുവിളി സുരക്ഷ ഒരിക്കലോ ലോജിസ്റ്റിക്സോ അല്ല, അത് സൗദിയും ഇസ്രയേലും തമ്മിലെ ബന്ധമാണ്. പലസ്തീൻ രാഷ്ട്ര രൂപീകരണമാണ് ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധത്തിലെ ഒരു കരട്. ഇത് സൗദി അറേബ്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുമുണ്ട്. 2023 ഒക്ടോബറിന് മുൻപ് സജീവമായിരുന്ന ചർച്ചകളെ സ്തംഭിപ്പിച്ചത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികളാണ്. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്നതിൽ പുരോഗതി ഉണ്ടായാൽ മാത്രമേ ഇസ്രയേലിനെ അംഗീകരിക്കാനാകൂ എന്ന് സൗദി അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതാണ്. ഇസ്രയേൽ ഈ ആവശ്യം പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് ആദ്യ തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന 2020 കൊണ്ടുവന്ന അബ്രഹാം ഉടമ്പടികൾ വഴി ഗൾഫ് അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി അടുത്തതാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പങ്കിടൽ, ഇന്റലിജൻസ്, സാമ്പത്തിക സംയോജനം എന്നിവ സാധ്യമാകേണ്ടതായിരുന്നു. ഇസ്രയേലി ഊർജ്ജമന്ത്രിയുടെ നിർദ്ദേശം സൗദി സ്വീകരിക്കുകയാണ് എങ്കിൽ ഇസ്രയേൽ സൗദി ബന്ധവും സാധാരണമാകും. സൗദി അറേബ്യയ്ക്ക് എണ്ണ വിൽക്കാനും കഴിയും. ഇസ്രയേലിന് സൗദിയെ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സൗദിക്ക് ഇസ്രയേലിനെ ആവശ്യമാണ്. ഹോർമൂസ് പ്രതിസന്ധി എത്രത്തോളം നീണ്ടു നിൽക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു പൈപ്പ് ലൈനിൻ്റെ സാധ്യതയും സൗദി ഇസ്രയേൽ ബന്ധത്തിൻ്റെ ദൃഢതയും.